നമസ്കാരം. അവർ സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1945 ലോകത്ത് പല പ്രധാന സംഭവങ്ങളും നടന്നൊരു വർഷമാണ്. പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചത് ഈ വർഷമാണ്. ഈ വർഷം തന്നെയാണ് ജപ്പാനിൽ അമേരിക്ക ആദ്യമായിട്ട്, ഒരുപക്ഷെ അവസാനമായിട്ടും, ന്യൂക്ലിയർ ബോംബ് പരീക്ഷിക്കുന്നതൊക്കെ. തിരുവിതാംകൂറിലുള്ള ഓരോ ആത്മാഭിമാനമുള്ള മനുഷ്യരെ സംബന്ധിച്ചും അഭിമാനം നൽകുന്ന ഒരു വർഷം കൂടിയാണ് 1945. ഒരു വലിയ സംഭവം ഇവിടെ നടക്കുകയുണ്ടായി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാനായ അഭിമന്യ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ സഭയുടെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് വേണ്ടി 1945 ഒരു വിദ്യാഭ്യാസ പ്രക്ഷോഭം ഇവിടെ നടക്കുകയുണ്ടായി. ഈ ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഈ ഒരു സമരം സർവ്വ അധികാരങ്ങളോടും കൂടി, ഒരുപക്ഷെ രാജാവിൻ്റെ എല്ലാ അധികാരങ്ങളും ഏറ്റെടുത്ത് തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ചിരുന്ന തിരുവിതാംകൂറിൻ്റെ ദിവാൻ CP രാമസ്വാമി അയ്യറും ഇപ്പുറത്തെ ഭാഗത്ത് ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് പാവപ്പെട്ടവർ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ കത്തോലിക്ക സഭയുമായിരുന്നു. കാളശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സമരം ദിവാനുമേൽ ഒരു വിജയം നേടിയതും 1945. കേരള വികസനത്തിൽ സഭയുടെ സംഭാവനകൾ എന്ന് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സാർ എഴുതിയ, അത് യഥാർത്ഥത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപത ഇന്ന് എന്ന പുസ്തകത്തിൻ്റെ 3ാമത്തെ വാല്യത്തിൻ്റെ 1ാമത്തെ ഭാഗമാണ്. ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരെയും അവർ സ്റ്റോറിയുടെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി 1945 വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നടത്തി വിജയിച്ച ഈ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അന്ന് ദിവാൻ എന്ന് പറയുന്നത് CP രാമസ്വാമി അയ്യറായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ചരിത്രം അറിയുന്നവർക്കൊക്കെ തന്നെ അറിയാം. തിരുവിതാംകൂറിലെ എല്ലാ അധികാരങ്ങളും കൈയാളിക്കൊണ്ട് തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ചിരുന്നു. ഒരുപക്ഷെ ചില വ്യക്തിപരമായ താല്പര്യങ്ങളും ഒക്കെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവിതാംകൂറിനെ അടക്കി ഭരിച്ചിരുന്നത് CP രാമസ്വാമി അയ്യറാണ്. അന്ന് തിരുവിതാംകൂറിലെ മഹാഭൂരിപക്ഷം വരുന്ന പ്രൈമറി സ്കൂളുകളും ചങ്ങനാശ്ശേരി രൂപതയിലായിരുന്നു. ഏതാണ്ട് 200-നടുത്ത് സ്കൂളുകൾ അന്ന് ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം ഹൈസ്കൂളുകളും കോളേജുകളും വേറെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, സഭ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ പണിതുയർത്തിയത് സാധാരണക്കാരായ വിശ്വാസികളുടെ മാറ്റിവെച്ച ചെറിയ ചെറിയ സംഭാവനകളിൽ നിന്നും, അല്ലെങ്കിൽ ഈ കെട്ടുതെങ്ങ്, അതുപോലെ പിടിയേരി, അങ്ങനെയൊക്കെയുള്ള അവരുടെ ത്യാഗത്തിൽ നിന്നും രൂപപ്പെടുത്തിയ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ തന്നെ. ഈ സ്കൂളുകളും ഈ കോളേജുകളും ഒക്കെ തന്നെ സമൂഹത്തിൽ എല്ലാവർക്കും പഠിക്കുവാൻ വേണ്ടിയും എല്ലാവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്ഥാപിച്ചത്, ജാതിമത ചിന്തകൾക്കപ്പുറം. അപ്പം അങ്ങനെ വലിയൊരു സേവന മേഖല, ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരി അതിരൂപത കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഇന്നത്തെ പോലെ തന്നെ അന്നും സഭ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, എല്ലാവരെയും വളർത്തുക, ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ പലപ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഈ CP രാമസ്വാമി അയ്യർ എന്ന് പറയുന്ന ദിവാന് സഭയോട് എന്തോ ഒരു അകൽച്ചുള്ളതുപോലെയോ, അല്ലെങ്കിൽ ഈ സഭ നൽകുന്ന ഈ സേവനങ്ങളെയൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ രീതിയിലൊന്ന് ബുദ്ധിമുട്ടിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. ത്യാഗപൂർവമായ ഒരു സേവനം, ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങളെ പലപ്പോഴും മുടക്കുന്ന രീതിയിലുള്ള ചില സമീപനങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് അന്നത്തെ പല സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്തായാലും സഭയുടെ ഈ നന്മ പ്രവർത്തികൾക്കൊക്കെ തന്നെ കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ലക്ഷ്യത്തോടെ തന്നെ അദ്ദേഹത്തിൻ്റെ കുരുട്ടുബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ഒരു പുതിയ വിദ്യാഭ്യാസ ദേശസൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നതോടുകൂടിയാണ് 45 ഈ വിദ്യാഭ്യാസ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഈ കുരുട്ടുബുദ്ധിയിൽ നിന്നും തിരിഞ്ഞൊരാശയമായിരിക്കാം 1943 വിദ്യാഭ്യാസ മേഖലയുടെ വികസനം എന്ന ഒരു പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തന്ത്രത്തിൻ്റെ മറവിൽ ദിവാൻ രൂപകൽപ്പന നൽകിയ ഒരു കമ്മിറ്റിയാണിത്. തിരുവിതാംകൂർ സർവകലാശാലയുടെ അന്നത്തെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്ന HC പാവർത്തി ആയിരുന്നു കമ്മിറ്റിയുടെ ചെയർമാൻ. അദ്ദേഹം പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ തിരുവിതാംകൂറിലെ വിദ്യാഭ്യാസ മേഖലയെ സമുദ്ധരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാനാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചെന്നുള്ളതാണ്. 1945 ഏപ്രിൽ മാസത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൈമാറുകയുണ്ട്.
പക്ഷേ രസകരമായ കാര്യം ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പറഞ്ഞ സഭ പോലെയുള്ള സംവിധാനങ്ങൾ നൽകുന്ന പ്രൈമറി വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കണം, എല്ലാവർക്കും ലഭ്യമാക്കണം. അതുപോലെ തന്നെ സർക്കാർ സ്കൂളുകൾക്കൊപ്പം തന്നെ സ്വകാര്യ സ്കൂളുകൾ നിലനിൽക്കണം. കൂടാതെ സ്വകാര്യ സ്കൂളുകൾക്ക് ഉദാരമായിട്ട് ഗ്രാൻഡ് നൽകി സഹായിക്കണം എന്നൊക്കെയുള്ള കുറേയധികം നല്ല പരാമർശങ്ങൾ റിപ്പോർട്ടിലുണ്ടായിരുന്നു, അല്ല ശുപാർശകളുണ്ടായിരുന്നു. അതിനുശേഷം 1945 ഓഗസ്റ്റിൽ ശ്രീമൂലം പ്രജാസഭയിൽ ഈ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വെച്ചു. അപ്പോൾ ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കപ്പെട്ടു. ഇവിടം തൊട്ടാണ് ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ പ്രൈമറി സ്കൂളുകളെല്ലാം സർക്കാർ ഏറ്റെടുക്കണമെന്നായിരുന്നു ഈ പ്രമേയം. ശരിക്കും ഈ കമ്മിറ്റിയുടെ ശുപാർശകൾക്ക് വിരുദ്ധമാണ് ഈ പ്രമേയമെന്ന് ഓർക്കണം. ഈ പ്രമേയം അനുസരിച്ചുള്ളതായിരുന്നു പിന്നീടുള്ള ബാക്കിയുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഈ CP രാമസ്വാമിയുടെ നേതൃത്വത്തിലുള്ള ടീം തയ്യാറാക്കുന്നത്. ഓഗസ്റ്റ് 9 ഈ പ്രമേയം അംഗീകരിക്കുന്നു. അപ്പം ഒരു ക്ലോസ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ഈ സ്കൂൾ സമയത്ത് മതബോധനം പാടില്ല എന്നുള്ളൊരു പ്രമേയം അദ്ദേഹം സഭയിൽ പാസ്സാക്കിയെടുക്കുകയാണ്. വീണ്ടും തൊട്ടടുത്ത ദിവസം ശ്രീചിത്ര സ്റ്റേറ്റ് കൗൺസിൽ ദിവാൻ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ പ്രൈമറി സ്കൂളുകളും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം അദ്ദേഹം ഒരു കമ്മിറ്റിയെ വെച്ചു. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുകൂലമല്ല എന്ന് കണ്ടിട്ട് കൂടെ അദ്ദേഹം ഒരു പ്രമേയം പാസ്സാക്കുന്നു. ആ പ്രമേയത്തിലൂടെ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ പ്രൈമറി മേഖലയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഇദ്ദേഹം നടത്തുകയും കൂടെ ചെയ്യുന്നു. ഓൾറെഡി സൂചിപ്പിച്ചു കഴിഞ്ഞു, അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ഈ വിദ്യാഭ്യാസ മേഖലയിൽ സേവനം നൽകുന്ന ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രൈമറി സ്കൂളുകളായിരുന്നു. CP പ്രഖ്യാപനങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളും പ്രത്യക്ഷത്തിൽ തന്നെ സമാധാനത്തിൽ കഴിയുന്ന നന്മ ചെയ്യുന്ന സഭകളെയും സമൂഹത്തെയും ഒക്കെ തന്നെ ഒരു ആശങ്കയിലേക്ക് തള്ളിവിടാൻ തക്കതായിരുന്നു. മാത്രമല്ല ഒരു കൃത്യമായൊരു പ്ലാനിങ് അദ്ദേഹത്തിനുണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് പ്രശസ്തമായ 123 നമ്പർ ഇടയലേഖനം മാർ ജെയിംസ് കാളാശ്ശേരി പിതാവ് പുറപ്പെടുവിക്കുന്നത്. തിരുവിതാംകൂറിൽ അന്നത്തെ കത്തോലിക്ക സഭയുടെ ഒരു സംവിധാനവും കൂടെ ഇതിനോടൊപ്പം തന്നെ സൂചിപ്പിക്കാം. തിരുവിതാംകൂറിലെ കത്തോലിക്ക സഭയ്ക്ക് 7 രൂപതകളുടെ കീഴിലാണ് അന്ന് സീറോ മലബാർ കത്തോലിക്കർ തിരുവിതാംകൂറിലുണ്ടായിരുന്നത്. അതിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലായിരുന്നു സീറോ മലബാർ സഭയിൽപ്പെട്ട മുഴുവൻ കത്തോലിക്കരും. പിന്നെ ലത്തീൻ രൂപതകളായിട്ട് കൊല്ലവും തിരുവനന്തപുരം വിജയപുരവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലുള്ള ആൾക്കാർ കൊച്ചി രൂപതയുടെ ഭാഗമായിരുന്നു. പിന്നെ മലങ്കര കത്തോലിക്കർക്ക് വേണ്ടി തിരുവനന്തപുരവും തിരുവല്ലയും ഉണ്ടായിരുന്നു. ഇത്രയും രൂപതകളാണുള്ളത്. ഇതിൽ കൂടുതൽ സ്കൂളുകളും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ തന്നെയായിരുന്നു. രൂപത തന്നെയാണ് ഏറ്റവും വലിയ ഒരു സേവനം നിസ്വാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 1945 ഈ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ സഭയുടെ സ്ഥാപനങ്ങളൊക്കെ ഏറ്റെടുക്കുവാനുള്ള ഒരു ദുർബുദ്ധിയോടുകൂടിയുള്ള ഒരു നീക്കത്തിനെതിരെ കാളാശ്ശേരി പിതാവ് അതിശക്തമായിട്ട് മുന്നോട്ട് വരികയാണ്. 45 ഓഗസ്റ്റ് 15 ദേവാലയങ്ങൾ വായിക്കാൻ വേണ്ടി അദ്ദേഹം നൽകിയ 123 നമ്പർ ഇടയലേഖനം കേരള രാഷ്ട്രീയ രംഗത്ത് ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ ആഘാതം സൃഷ്ടിച്ചു. ഒരിക്കലെങ്കിലും എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ഇടയലേഖനമാണ് ഈ 123 നമ്പർ ഇടയലേഖനം. ഒരിക്കലും ജോൺ കച്ചറമറ്റം സാറ് പറയുകയുണ്ടായി, ഈ ഇടയലേഖനത്തെ പ്രകീർത്തിച്ച് സംസാരിക്കുന്നവർ പോലും പലപ്പോഴും ഈ ഇടയലേഖനം മുഴുവൻ വായിച്ചിട്ടില്ല എന്ന്. വളരെ ആശയസമ്പുഷ്ടമായ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം സമൂഹത്തിന് നൽകുന്ന മനോഹരമായ ഇടയലേഖനമാണ് കാളാശ്ശേരി പിതാവിൻ്റെ 123 നമ്പർ ഇടയലേഖനം. പക്ഷേ ഇവിടുത്തെ ഒരു അപകടം സംഭവിച്ചത് കാളാശ്ശേരി പിതാവിന് തന്നെയാണ്. കാരണം എല്ലാവരും കാളാശ്ശേരി പിതാവിനെ ഈ ഇടയലേഖനവുമായി ചേർത്താണ് എപ്പോഴും സംസാരിക്കുന്നത്. വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന പ്രാർത്ഥനാ ചൈതന്യമുള്ള വിവിധ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള കാളാശ്ശേരി പിതാവിനെ ഈ ഇടയലേഖനവുമായി മാത്രം ബന്ധപ്പെടുത്തി സംസാരിച്ച് പിതാവിനെ ഈ ഇടയലേഖനത്തിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് പിതാവിൻ്റെ എല്ലാ ചിന്തകളും ഇതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ നിർത്തുകയാണ് ചെയ്തത്. പിതാവിൻ്റെ സ്വഭാവത്തിന് മറ്റു പല സവിശേഷതകളും നമ്മൾ ചർച്ച ചെയ്യാതെ പോയി അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോയി എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. തീർച്ചയായിട്ടും അവർ സ്റ്റോറിയുടെ ഒരു എപ്പിസോഡിൽ കാളാശ്ശേരി പിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി ആഴത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നമുക്ക് ഇടയലേഖനത്തിലേക്ക് തിരിച്ചു വരാം. 123 നമ്പർ ഇടയലേഖനം ആരംഭിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 36-38 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം ഈശോ അവിടെ പറയുന്നതാണ്, അവൻ അവരോട് അരുളി ചെയ്തു, ഇപ്പോൾ മുതൽ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ, വാളില്ലാത്തവൻ തൻ്റെ കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ എന്ന് തുടങ്ങി ഒരു നിർദ്ദേശം പോലെ നൽകുന്നതും പിന്നെ ശിഷ്യന്മാരുടെ മറുപടിയുമൊക്കെയാണ് ഈ 36-38 വാക്യങ്ങളിൽ. അതിനുശേഷം കാളാശ്ശേരി പിതാവ് ഈ ഒരു വിശുദ്ധ ഗ്രന്ഥഭാഗം ഉദ്ധരിച്ചതിന് ശേഷം പിതാവ് തുടർന്ന് ഇങ്ങനെയാണ് എഴുതുന്നത്: മേലുദ്ധരിച്ച വേദവാക്യങ്ങളുടെ വിധിപ്രകാരം ക്രിസ്തുവിൻ്റെ ഒരു വിനീത അപ്പസ്തോലനായ നമ്മുടെ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന 2 വാളുകൾ ഒന്നിനെ നിരീശ്വര പ്രസ്ഥാനത്തിനെതിരായി നമ്മുടെ മുൻ ലേഖനത്തിൽ വീശിക്കഴിഞ്ഞു.
അത് ശരിക്കും തൊട്ടു മുമ്പത്തെ ഇടയലേഖനങ്ങൾ നിരീശ്വര പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള പിതാവിൻ്റെ കൃത്യമായിട്ടുള്ള താക്കീതുകളും അത് ആഹ്വാനങ്ങളുമായിരുന്നു. അതാണ് പിതാവ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. വീണ്ടും ഇടയലേഖനത്തിൽ അടുത്ത സെൻസ് ഇങ്ങനെയാണ്: ഇനി നമുക്ക് ശേഷിക്കുന്ന രണ്ടാമത്തെ ആധ്യാത്മിക ഖണ്ഡത്തെ, ആധ്യാത്മിക അണുബോംബിനെ പ്രയോഗിക്കേണ്ടതായ ആവശ്യം ഇതാ കൈവന്നിരിക്കുന്നു. വടിശീലയുള്ളവർ എടുത്തുകൊള്ളുന്നതിനുള്ള അവസരവും സമീപിച്ചിരിക്കുന്നു. ആധ്യാത്മിക അണുബോംബ് തൽക്കാലം പൊട്ടിക്കുന്നുമില്ല എന്ന് തുടങ്ങി പിതാവ് ഇങ്ങനെ ഇടയലേഖനം തുടരുകയാണ് ചെയ്യുന്നത്. ഈ ഇടയലേഖനമാണ് യഥാർത്ഥത്തിൽ CPA ചൊടിപ്പിക്കുന്നത്. പക്ഷേ പിതാവ് കൃത്യമായിട്ടുള്ള ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചുള്ള കൃത്യമായ നിലപാടാണ് പിതാവ് ഇടയലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. വിദ്യാലയങ്ങളുടെ ദേശസാൽക്കരണത്തിന് ശ്രമിക്കുന്നവർ ദൈവദ്രോഹം, മാതൃദ്രോഹം, ശിശുദ്രോഹം, ഗുരുഹത്യ എന്ന 4 പാതകങ്ങൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് പിതാവ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഇടയലേഖനത്തിലൂടെ സഭയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇങ്ങനെ ദേശസാൽക്കരിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. പിതാവ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ സഭ ചെയ്യുന്ന ഈ വലിയ സേവനത്തെ കൈവിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളെ ചെറുത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. ദൈവം അതിനുള്ള എല്ലാ പിന്തുണയും നൽകും. നമ്മുടെ ഒരു സ്ഥാപനം നമ്മൾ വിട്ടുകൊടുക്കത്തില്ല എന്ന് പിതാവ് പറയുന്നുണ്ട്. എന്നാലും ഈ ഇടയലേഖനം വലിയ ഒരു പ്രകമ്പനം തന്നെ കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ സൃഷ്ടിക്കുകയുണ്ടായി. അണുബോംബ്, വാള് എന്നൊക്കെ കേട്ടപ്പോൾ CP ശരിക്കും ഞെട്ടി. കാരണം ജപ്പാനിൽ ഈ ന്യൂക്ലിയർ ബോംബൊക്കെ പൊട്ടിയിട്ട് ഒരാഴ്ച പോലും ആയില്ല. 15-ാം തീയതിയാണല്ലോ പിതാവ് ഇടയലേഖനം ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് CP ശരിക്കും പിതാവിനെതിരെ ഒരു യുദ്ധപ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് അദ്ദേഹത്തോട് സെപ്റ്റംബർ 6-ന് സർക്കാരിൽ നിന്നൊരു വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് വരികയാണ് ചെയ്യുന്നത്. ഇടയലേഖനം പിൻവലിച്ചുകൊണ്ട് പിതാവ് പരസ്യമായി മാപ്പ് പറയണം എന്നുള്ള നോട്ടീസാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പക്ഷേ പിതാവ് മാപ്പല്ല, ഒന്നും പിതാവ് പറയാൻ പോയില്ല. പിതാവ് കൃത്യമായിട്ട് 15 ദിവസത്തെ ഒരു നോട്ടീസ് പീരീഡാണ് കൊടുത്തിരുന്നത്. കാളശ്ശേരി പിതാവ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. പിതാവ് പറഞ്ഞു, ഞാൻ ഈ ഇടയലേഖനം പിൻവലിക്കാനും പോകുന്നില്ല, മാപ്പ് പറയാനും പോകുന്നില്ല. കാരണം ഞാൻ എഴുതി കൃത്യമായിട്ട് ചിന്തിച്ച് തന്നെ എഴുതിയ ഒരു ഇടയലേഖനമാണ്. അപ്പോൾ പിതാവിൻ്റെ നോട്ടീസിന് ഈ പറഞ്ഞൊരു മറുപടി, അതായത് പിതാവ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ പിൻവലിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും പിതാവ് തയ്യാറല്ലെന്ന് ഈ മറുപടിയിലൂടെ ഇവർക്ക് മനസ്സിലായി, ഈ ദിവാനും അദ്ദേഹത്തിൻ്റെ ഒരു ടീമിനും മനസ്സിലായി. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഭീഷണിയോടുകൂടി അല്ലെങ്കിൽ മാപ്പ് പറയുന്നതും അല്ലെങ്കിൽ ഈ പിൻവലിക്കുക എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കാളശ്ശേരി പിതാവ് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയും പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു സാഹചര്യം നിലവിൽ വന്നു. അപ്പോൾ പിതാവിനെ അറസ്റ്റ് ചെയ്യുന്നു എന്നൊരു വാർത്ത, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു വാർത്ത പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ചങ്ങനാശ്ശേരിയിലേക്ക് ജനസാഗരങ്ങൾ ഒഴുകിയെത്തിയെന്നാണ് പറയുന്നത്. അന്ന് ചങ്ങനാശ്ശേരിയുടെ വീഥികൾ മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞുവെന്നാണ് സൂചിപ്പിക്കുന്നത്. മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിൻ്റെ അജപാലന ചിന്തകൾ ഇടയലേഖനത്തിലൂടെ എന്ന ഒരു പുസ്തകം ഫാദർ സെബാസ്റ്റ്യൻ കാളാശ്ശേരി എഡിറ്റ് ചെയ്തൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പാലാരൂപതയുടെ മുൻ പിതാവായിട്ടുള്ള മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ ഈ സംഭവത്തെ അനുസ്മരിക്കുന്നത് ഇങ്ങനെയാണ്. പിതാവിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വിദ്യാഭ്യാസ അവകാശ സംരക്ഷണത്തെക്കുറിച്ച് പിതാവ് പുറപ്പെടുവിച്ച ഇടയലേഖനത്തെ CP ചോദ്യം ചെയ്തു. എന്നാൽ വളരെ കൃത്യമായി ഒരു ലീഗൽ മൈൻഡ് പിതാവിനുണ്ടായിരുന്നു. അദ്ദേഹം നൽകിയ മറുപടി ഒരു ലീഗൽ റിപ്ലൈ തന്നെയായിരുന്നു. പ്രഗത്ഭരായ അഭിഭാഷകരോട് ചർച്ച ചെയ്താണ് ആ മറുപടി അദ്ദേഹം തയ്യാറാക്കിയത്. അതൊരിക്കലും ഒരു വെല്ലുവിളിയല്ല, തികച്ചും മാന്യമായ മറുപടി മാത്രമായിരുന്നു. തൻ്റെ തീരുമാനം കൃത്യമാണെന്നറിയാവുന്ന പിതാവ് അതിൽ ഉറച്ചു നിന്നു. തിരുവിതാംകൂർ രാജകുടുംബവുമായും അദ്ദേഹം ഊഷ്മളമായ ബന്ധം സൂക്ഷിച്ചിരുന്നു. രാജാവിനെ ബഹുമാനിക്കുന്നു എന്ന് തന്നെയാണ് പിതാവ് കുറിച്ചത്. പക്ഷേ വിദ്യാഭ്യാസ വിഷയത്തിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ദൈവഭയത്തിൽ മുന്നോട്ട് പോയ പിതാവിനെതിരെ നടപടിയെടുക്കുവാൻ ദിവാൻ ഇറങ്ങിത്തിരിച്ചു. ഇതറിഞ്ഞ ജനങ്ങൾ പിതാവിനെ പിന്തുണച്ചു. ചങ്ങനാശ്ശേരിയുടെ വീഥികൾ ജനസമുദ്രമായി രാപകൽ വ്യത്യാസമില്ലാതെ ജനം കൂട്ടം കൂട്ടമായി ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിച്ചേർന്നു. ഒടുവിൽ ദിവാന് പരാജയം സമ്മതിച്ച് പിൻവാങ്ങേണ്ടി വന്നു എന്നതാണ് ചരിത്ര സത്യം. അന്ന് ജീവിച്ചിരുന്ന ഈ വിഷയങ്ങളൊക്കെ നേരിട്ട് കണ്ടിരുന്ന പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വിവരണമാണ് ഇതിലൂടെ കാണുന്നത്. 124 നമ്പർ ഇടയലേഖനം പിതാവ് 1945 സെപ്റ്റംബർ 14 ഇറക്കുകയുണ്ടായി. അതിൽ പൗലോസ്ലീഹായുടെ ഒരു ഉദ്ധരണി അദ്ദേഹം മനോഹരമായിട്ട് ചേർക്കുന്നുണ്ട്: ദൈവത്തെ ഭയപ്പെടുക, രാജാവിനെ ബഹുമാനിക്കുക. അതായത് ഈ ഇടയലേഖനത്തിന് ശേഷം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇടയലേഖനം പിൻവലിക്കത്തില്ലെന്ന് മാത്രമല്ല, നീതിയുടെ ന്യായത്തിൻ്റെ പക്ഷത്തിലുള്ള ഈ സമരത്തിൽ മുന്നിൽ നിന്ന് നയിക്കുവാൻ തയ്യാറാണ് എന്ന് തന്നെ പിതാവ് സൂചന നൽകുകയും അദ്ദേഹത്തിന് മുൻപിൽ തിരുവിതാംകൂറിലെ ക്രൈസ്തവർ ഒരുമിച്ച് ചേരുകയും ചെയ്തു. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നന്മ ചെയ്യുന്നൊരു സംവിധാനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള സമരങ്ങളിലൂടെ അല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കാം എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഈ സമരത്തിൽ പരാജയപ്പെട്ടതോടുകൂടി CPക്ക് ഉണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ.
കത്തോലിക്ക കോൺഗ്രസ് സമർപ്പിച്ച 2.5 ലക്ഷം പേര് ഒപ്പിട്ട ഒരു ഭീമ ഹർജിയെക്കുറിച്ച് ഇതിനോട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട്. ശ്രീ ജോൺ കച്ചറമറ്റം സാറിൻ്റെ വിദ്യാഭ്യാസ സമരം കേരളത്തിൽ എന്ന പുസ്തകത്തിൽ സാർ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സാറ് പറയുന്നുണ്ട്, അന്ന് രാജാവിന് ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ 45 സെപ്റ്റംബർ മാസത്തിൽ തന്നെ 2.5 ലക്ഷത്തോളം ആളുകൾ ഒപ്പിട്ട ഒരു ഭീമ ഹർജി ഈ വിദ്യാഭ്യാസ പരിഷ്കരണ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് സമർപ്പിച്ചു എന്നാണ് സാറിൻ്റെ പുസ്തകത്തിൽ സാർ പറഞ്ഞു വയ്ക്കുന്നത്. ഓർക്കണം, അന്ന് ഈ വാട്സാപ്പോ അങ്ങനെയുള്ളൊരു സംവിധാനങ്ങളും ഇല്ലാതിരുന്നപ്പോൾ ഇത്രയും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഏതാണ്ട് ഒരു 1-2 മാസത്തിനിടയ്ക്ക് ഇത്രയും വലിയ ഒരു ഹർജി തയ്യാറാക്കി അവിടെ എത്തിക്കുവാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ എത്രത്തോളം വലിയൊരു സംവിധാനം, സംഘടനാ സംവിധാനവും സഭാ സംവിധാനം നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ജനങ്ങളുടെ വലിയ പിന്തുണയോടുകൂടി ഈ വിദ്യാഭ്യാസ പ്രക്ഷോഭം പൂർണ്ണമായി വിജയിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുവാൻ ശ്രമിച്ചിരുന്ന ദിവാൻ അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. നിലപാടുകൾ മാത്രമല്ല, ഉള്ളടക്കം കൊണ്ടും കനപ്പെട്ട ഒരു ചരിത്രരേഖയായി മാറിയിട്ടുണ്ട് ഈ 123 നമ്പർ ഇടയലേഖനം. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കേരള മാഗ്നക്കാട്ട ആണിത് എന്നാണ് കുര്യാസ് കുമ്പളക്കുഴി സാറ് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അനീതിക്കെതിരെ പടപൊരുതുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഓരോ വ്യക്തിക്കും അഭിമാനം നൽകുന്ന, എന്നും ഓർത്ത് സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ പ്രചോദനമേകുന്ന ഒരു സംഭവം തന്നെയായിരുന്നു 45-ലെ ഈ വിദ്യാഭ്യാസ പ്രക്ഷോഭ സമരവും അതിനോടനുബന്ധിച്ച് കാളാശ്ശേരി പിതാവ് ഇറക്കിയ 123 നമ്പർ ഇടയലേഖനവും. നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് സഭയെ നയിച്ച ധീരരായ ഇത്തരം വിശുദ്ധരായ പിതാക്കന്മാരുടെ വലിയ പിന്തുണ കൊണ്ട് തന്നെയാണ് ദൈവം നമ്മുടെ സഭയെ എന്നും മുന്നോട്ട് നയിക്കുന്നത്.